ചെയ്ത് സ്വീകരിക്കുമാറാവട്ടെ. നബി الدرداء رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയതായിട്ട് കേട്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. മഹാനവറുകളുടെ ബറകത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ. മാമിൻ സലാസത്തിൻ ഫീ ഖറിയത്തിൻ, ഒരു രായത്തിന് വലാ ബദ്വിൻ, അല്ലെങ്കിൽ ഒരു കാടിന് മൂന്നാൾമാർ ഇന്നിട്ടല്ലാണ്ടയില്ല. അതായത് ഒരു രായത്തോട് ഗ്രാമത്തോടുള്ള 3 മനുഷ്യന്മാരുള്ള, അല്ലെങ്കിൽ ഒരു കാട്ടിലുള്ള 3 ആൾമാരുള്ള കണ്ടെങ്കിൽ ലാ തുഖാമു ഫീഹിമു സ്വലാത്തു ഇല്ലാ ഖദ് ഇസ്തഹ്വദ അലൈഹിമു ശൈത്വാൻ. ആ രായത്തിലാവട്ടും അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ കാടിലാവട്ടും അത് ജമാഅത്തായിട്ട് നിസ്കരിക്കില്ലാണ്ട് കണ്ടെങ്കിൽ അങ്ങനെ പിശാചി അവന്റെ ശരീരത്തെ മേൽ അധികാരം എടുത്തിട്ടല്ലാട്ടില്ല. അവന്റെ ശൈത്താൻ എന്താക്കിയിട്ട് വസ്വാസാക്കിയത്, അങ്ങനെ ശരീരത്തെ നർബോട് ആര് കടന്നരാ ഇബ്ലീസ് കടന്നു പോയിട്ട് അതുകൊണ്ടായിരിക്കും ആ രായത്തെ ആൾമാരോട് ആ ഗ്രാമത്തെ ആൾമാർ ജമാഅത്തായി നിസ്കരിക്കാത്തോ, അല്ലെങ്കിൽ കാട്ടിലുള്ള ഈ 3 മനുഷ്യന്മാര് ജമാഅത്താക്കാത്തോ എന്തോ അവന്റെ മേൽ പിശാചി ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി ചൊല്ലവും അധികാരം എടുത്തോണ്ട് അതുകൊണ്ടായിട്ട് അതിക്ക് ഫഅലൈക്കും ബിൽ ജമാഅ. അതുകൊണ്ട് നിങ്ങൾ എന്തിനാക്കണു? ജമാഅത്ത് നിസ്കാരം മുറുകെ പിടിക്കണു. നിങ്ങൾ എല്ലാവരും ജമാഅത്ത് നിസ്കരിച്ചുള്ള എല്ലാ നാളും മുറുകെ പിടിച്ചാൽ അല്ലാഹു തആല ശൈത്താന്റെ ശർറ തൊട്ട് നിങ്ങളെയും ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് ജമാഅത്ത് മുറുകെ പിടിച്ച് നിസ്കരിക്കാനാണ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെന്നായ ഒരു സിംഗറായിട്ടുള്ള ആടിനെ പിടിക്കൊടുമ്പോ കണ്ടയപ്പ ചമ്മ ആടില്ലെങ്കിൽ നരി ചെന്നായ ചൊന്ന സാമാന് ആടിനെ പിടിക്കൊടുമ്പോണ്ട് എന്തോ ചമ്മ ആട് കൊണ്ടു എല്ലാ ആടുകൾ ചേരിട്ട് തന്റെ കുത്തിക്ക് താനും ചത്തുപോട്ടെ അല്ലെ. അപ്പൊ നരിക്കൊരു പേടിയാവും, എല്ലാവരും ഒക്കട്ടായിട്ടിരിക്കുമ്പോ. പക്ഷെ ആടിനെ പിടിക്കണ എപ്പോ ഈ ചെന്നായ സിംഗറായിട്ടിരിക്കുമ്പോ, സിംഗറായിട്ടിരിക്കുമ്പോ ഈ ആട് എന്താക്കുകാവില്ലല്ലേ. അപ്പൊ ഞങ്ങളുടെ രായത്തില് ഒക്കട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ജമാഅത്തില്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ശത്രുക്കൾ വന്നിട്ട് ഞങ്ങളെ ഓടുവാട്ടാറ് അക്കൊന്നും പേടിയില്ല. അപ്പൊ ഞങ്ങൾ എപ്പോഴും പള്ളിക്ക് നിസ്കരിക്കും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ എതിർക്കുന്ന ആൾമാർക്ക് ഞങ്ങളെ കാണുന്ന ആവത്തെ ആൾമാർക്ക് ഞങ്ങൾ എന്താക്കൊടുക്കാവുള്ള എന്തോ എല്ലാ ഉത്തരങ്ങൾ വന്നിട്ടാണ് ഒക്കട്ടായിരിക്കണാറ് ജമാഅത്തായിരിക്കണാറ്. അപ്പൊ ഞങ്ങൾ ജമാഅത്തിന് മുറുകെ പിടിച്ചെങ്കിൽ ഞങ്ങൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല ഞങ്ങളെ കൈമുടില്ല. അതുക്ക് ഞങ്ങൾ ജമാഅത്ത് മുറുകെ പിടിക്കണു. എന്തെന്ന് വെച്ചെങ്കിൽ നീ നിന്റെ ഔത്തന് ഒത്ത നിസ്കരിക്കണേക്കാണ്, നീ നിന്റെ അങ്ങാടിൽ വെച്ച് ഒത്ത സിംഗറായിട്ട് നിസ്കരിക്കണേക്കാണ് ഇരട്ടിയാറ് പ്രതിഫലമായിട്ട് നിങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചെങ്കിൽ അല്ലാഹു തആല നിൽക്കുന്നുണ്ടോ. മാത്രമല്ല ഇല്ലാ റുഫിഅത ലഹു ബിഹാ ദറജത്തുൻ വഹുത്തത അൻഹു ബിഹാ ഖതീഅത്തുൻ. മലായികമാർ നിങ്ങൾക്ക് ദ്വാര തോന്നിക്കിടാറ് നിങ്ങളുടെ പ്രതിഫല തരത്ത സ്ഥാന ജമാഅത്ത് ബറാത്തകളുടെ സ്ഥാനവും ഈ ജമാഅത്ത് നിസ്കരിക്കും ബന്ധങ്ങളുടെ സ്ഥാനവും നാലാഖിറത്തിൽ യാരക്കൊരുണിക്കട് നിങ്ങളുടെ ദറജ സ്ഥാനം അല്ലാഹു ഉയർത്തിയ സ്ഥാനത്തിൽ നിലനിൽക്കട. നിങ്ങളുടെ സ്ഥാനം അല്ലാഹു ഉയർത്തര. അതേപോലെ നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു മാഫു തര. അതേപോലെ ഓരോ ചവിട്ടടിക്കുന്ന നന്മണികൾ അല്ലാഹു തആല എത്തിക്കട. അല്ലാഹു തആല നമ്മൾ ചൊല്ലിയതും കേട്ടതും സാലിഹായ അമലിന്റെ കൂട്ടത്തിൽ പെടുത്തുമാറാവട്ടെ. നമ്മുടെ ദറജവും സ്ഥാനവും അല്ലാഹു തആല ഉയർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ ഞങ്ങളുടെ തപ്പുകൾ അല്ലാഹു മാഫാക്കട്ടെ. അല്ലാഹു ഇതെല്ലാം മാപ്പ് ചെയ്ത് നമ്മുടെ തെറ്റുകളെല്ലാം മാപ്പ് ചെയ്ത് നമ്മുടെ ഇബാദത്ത് കബൂൽ ചെയ്ത് നമ്മുടെ ദുആത്തിന് ഉത്തരം നൽകണേ അല്ലാഹ്. നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കണേ.